രൂപവതി, നീ ഇത്രത്തോളം ഭയക്കുന്നത് എന്തിനാണെന്ന് പറയൂ. അല്പം പോലും ഭയപ്പെടേണ്ടതില്ല. ഇത് നോക്ക്, എവിടെ നോക്ക്, നാം ഉണ്ടല്ലോ. നാം നിന്നെ ആലിംഗനം ചെയ്തിരിക്കല്ലേ പുത്രി. നാം നിന്റെ ഒപ്പമുണ്ട് രൂപവതി. പുത്രിക്കൊന്നും സംഭവിക്കില്ല. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ടതില്ല. നാം സ്വപ്നത്തിൽ കണ്ട കാഴ്ച അത് സത്യമാകാൻ പോവുകയാണോ? ഈ വിഷസർപ്പം നിന്നെ ദംശിക്കുന്നതാണ്. അതിനുശേഷം നീ മരിക്കുന്നതാണ്. ഈ ഗന്ധർവൻ, അതുപോലെ ഈ ഗോത്രവർഗക്കാരൻ, ഇവരിരുവരും പിതാശ്രീയെ വധിക്കാനുള്ള കെണി ഒരുക്കുകയാണോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എവിടെയാണ്? ഇതിനെല്ലാം ഉള്ള ഉത്തരം എവിടെ ലഭിക്കും? പിതാശ്രീ, അങ്ങ് സുരക്ഷിതനല്ലേ? അങ്ങയ്ക്കൊന്നും സംഭവിച്ചില്ലല്ലോ പിതാശ്രീ? ഒന്നും സംഭവിച്ചില്ലല്ലോ? അങ്ങ് സുരക്ഷിതനല്ലേ പിതാശ്രീ? നാം സുരക്ഷിതനാണ്, നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല. പിതാശ്രീ, നാം അങ്ങയോട് പലതവണയായി പറയുന്നു, നാം കഴിയുന്നത്ര വേഗം തന്നെ ആ ഗന്ധർവനെ മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് പറഞ്ഞയക്കണം. എന്താണ്? നീ തന്നെയല്ലേ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നത്? പിഴവ് സംഭവിച്ചതാ. അതെ, നമുക്കൊരു പിഴവ് സംഭവിച്ചതാ. നമ്മുടെ മനസ്സ് പറയുന്നുണ്ട്, അയാൾ ഒരിക്കലും നമുക്ക് ശുഭകരമായി തീരില്ല. അയാൾ ആപത്ത് സൃഷ്ടിക്കും. സത്യമായിരിക്കുമോ? ഇവിടെ വന്നവൻ മഹാരാജാവിനും രൂപവതിക്കും ആപത്ത് വരുത്തുവാൻ വന്നവനാണോ? എന്നാൽ എന്തിന്? അവൻ ആരായിരിക്കും? മഹാരാജൻ, രൂപവതിക്ക് പ്രായം വളരെ കുറവാണ്. അത് പിന്നെ അയാൾക്ക് രൂപവതിയുമായി എന്തെങ്കിലും ശത്രുത ഉണ്ടാകുമോ? കാരണമില്ലാതെ രൂപവതിയുമായി ശത്രുത എന്തിനാണ്? മഹാരാജൻ വിക്രമദേവൻ നമുക്ക് രാജതിലകം ചാർത്തിയില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തെ നാം നമ്മുടെ കരങ്ങൾ കൊണ്ട് വധിച്ചു കളയുന്നതാണ്. യഥാർത്ഥ ശത്രുവിന്റെ മുഖംമൂടി ഇദ്ദേഹത്തിന്റെ മുഖത്ത് നിന്നും ഒരു നിമിഷത്തേക്കെങ്കിലും മാറിയാൽ മഹാരാജാവിന്റെ മുമ്പിൽ നമുക്ക് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖം കാട്ടിക്കൊടുക്കാമായിരുന്നു. പിതാശ്രീ, ഇല്ല പിതാശ്രീ, അങ്ങ് പറഞ്ഞാലും നാളെ പുലർച്ചെ തന്നെ അങ്ങ് ഗന്ധർവനെ ഈ രാജ്യത്തിൽ നിന്ന് പറഞ്ഞയക്കുമല്ലോ അല്ലേ? പുത്രി, നീ ഇപ്പോ അസ്വസ്ഥതയാകാതിരിക്കൂ. നീ പറയുന്നത് എന്താണെങ്കിലും നാം അതുപോലെ തന്നെ ചെയ്യും. നിനക്കതറിയാലോ പുത്രി, ഒരതിഥിക്ക് ആതിഥ്യം നിഷേധിക്കുന്നത്, അത് മാത്രമല്ല നിന്റെ മാതാവിന്റെ ജന്മദിനം കൂടിയല്ലേ വരുന്നത്. അതുവരെ അയാൾ ഇവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളല്ലേ ലംഘിക്കപ്പെടുന്നത്. പ്രതാപൻ, ആജ്ഞ നൽകിയാലും എത്രയും വേഗം നമ്മുടെ കൊട്ടാരത്തിന്റെ സുരക്ഷ ശക്തമാക്കൂ. അതുപോലെ അവൻ ആരെന്ന് കണ്ടുപിടിക്കുകയും വേണം. നമുക്കവനെ കണ്ടെത്തിയാൽ മാത്രം പോരാ, അവന് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കുകയും വേണം. അതികഠിനമായ ശിക്ഷ തന്നെയായിരിക്കണം അത്. തീർച്ചയായും. കുമാര, അവസരം നഷ്ടമായി. എത്ര വലിയ അവസരമാണ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായത് പിതാശ്രീ. നമുക്കത് നഷ്ടമായി. ഒന്ന് ശാന്തനാകൂ കുമാര, ശാന്തനാകൂ. ആവേശഭരിതനാവരുത്. മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തൂ. ആരാണ് ഇപ്പോ വന്ന് ഈ പുതിയ ശത്രുവെന്ന്, വിക്രമദേവനെ വധിക്കാൻ വന്നത് ആരാണെന്ന്. ഇനി അത് ഒരുപക്ഷെ അവരുടെ ലക്ഷ്യം രൂപനഗരത്തിന്റെ രാജകുമാരി രൂപവതിയാണെങ്കിലോ? രൂപവതിയുടെ പ്രാണൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നാം അസ്വസ്ഥനാവില്ലായിരുന്നു. മഹാരാജൻ വിക്രമദേവൻ ദുർബലനായി തീരുമായിരുന്നു. അതിനുശേഷം നാം അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ സിംഹാസനം തട്ടിയെടുക്കുമായിരുന്നു. അത് തന്നെയാണ് നാം നിന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഇപ്രകാരം അനാവശ്യമായ ആവേശം കാണിക്കരുത് കുമാര. ഇപ്രകാരം നീ പെരുമാറുകയാണെങ്കിൽ സാഹചര്യങ്ങൾ വീണ്ടും പ്രതികൂലമാകും. ഇല്ല പിതാശ്രീ, ഇതിനേക്കാളും കഠിനമായ സാഹചര്യങ്ങൾ നാം ഇതിനോടകം നേരിട്ടിട്ടുണ്ട് പിതാശ്രീ. എന്നാൽ നമുക്കൊരു ചോദ്യമുണ്ട്. അവർ ആരായിരുന്നു? അവരെ ആരാണ് അയച്ചത്?
അവർക്ക് ഇത്രയും ധൈര്യം എങ്ങനെയുണ്ടായി? ആ മുദ്ര. മുദ്രയോ? അതെ, മുദ്ര തന്നെ. ആ ചെറുപ്പക്കാരുടെ കരങ്ങളിൽ അവരുടെ മുദ്രയുണ്ടായിരുന്നു. അതുപോലെ ആ മുദ്ര നമുക്ക് നന്നായി മനസ്സിലാക്കാനും കഴിയും. ആ മുദ്ര മാത്രമല്ല, അവർ ഇരുവരുടെയും വേഗത, അവരുടെ ധൈര്യം, അസാധാരണമായ ധൈര്യത്തോടെ ആ വൃക്ഷത്തിന്റെ വള്ളിയിൽ പിടിച്ചുകൊണ്ട് ആ വലിയ ചുമര് കടന്ന് അവർ രക്ഷപ്പെട്ടു പോയി. ഇത് വൈദ്യന്മാരുടെ പ്രവൃത്തിയാണ്. നിനക്കത് ഉറപ്പുണ്ടോ? നമുക്കത്രയും ഉറപ്പുണ്ട് പിതാശ്രീ. നീ എന്താണ് പറഞ്ഞു വരുന്നത്? ഈ പ്രവൃത്തികളെല്ലാം ഗന്ധർവൻ ചെയ്യുന്നതാണെന്നോ? അപ്പോൾ ആ ഗന്ധർവനാണോ മഹാരാജാവിനെ വധിക്കാൻ ശ്രമിക്കുന്നത്? നമ്മുടെ നിഗമനം അവിടെ തന്നെയാണ് എത്തുന്നത്. അതുപോലെ സത്യവും അത് തന്നെയാണ്. എങ്കിൽ ഇനി അവൻ നമ്മുടെ ശത്രുവല്ല, അവൻ നമ്മുടെ മിത്രമാണ്. സന്ദേഹമൊന്നുമല്ല, നമ്മൾ എന്തായാലും അത് ഉറപ്പിച്ചേ പറ്റൂ. ഇനി സന്ദേഹം മാറ്റുന്നതിന് ഒരേ ഒരു മാർഗമാണുള്ളത്. അത് സ്വയം അന്വേഷിച്ച് കണ്ടെത്തണം. അവന്റെ രാജ്യത്ത് കടന്നു കാര്യങ്ങൾ അന്വേഷിക്കണം. നാം തന്നെ പോകുന്നതാണ് ഗന്ധർവനെ കുറിച്ചുള്ള സത്യം കണ്ടെത്താൻ വേണ്ടി. അവന്റെ ശത്രു ആരാണെന്നുള്ള സത്യം അവന്റെ നാവിന്ന് നമുക്ക് കേൾക്കണം. വിക്രമദേവനോ അതോ രൂപവതിയോ? ഇരുവരും ശത്രുക്കളാണോ? കേവലം അവർ മാത്രമാണോ? അതോ നമ്മളുമുണ്ടോ? എല്ലാം മനസ്സിലാക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ തന്ത്രങ്ങൾ മെനയാം. ഇനി നമ്മൾ അതിവിദഗ്ധമായി മഹാരാജാവിനെയും രൂപവതിയെയും മാർഗത്തിൽ നിന്നും അകറ്റി അതിനുത്തരവാദിത്വം മറ്റൊരാളുടെ തലയിൽ വെക്കേണ്ടതാണ്. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? സർവനാശം. ഭവനത്തിലും പുറത്തും ശത്രുക്കളാണ്. എല്ലാവരും കരങ്ങൾ കോർത്തുകൊണ്ട് രൂപവതിയുടെ പിന്നാലെയുണ്ട്. മാതേ, നമുക്കൊരു മാർഗം കാട്ടിത്തന്നാലും ഈ മഹാവിപത്തിൽ നിന്നും നമ്മുടെ പുത്രിയെ നാം എങ്ങനെയാണ് രക്ഷിക്കുന്നത്?